ഇറാനുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നു. ഇസ്രയേലിനും ജൂത ജനതയ്ക്കും ഒപ്പം നിന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹൃദയഹാരിയായ നന്ദി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും കഴിഞ്ഞ ദിവസം ടെലിഫോണിലൂടെ വളരെ വിശദമായി ചർച്ച ചെയ്തു. ഇറാൻ മിസൈൽ പതിച്ച സ്ഥലത്ത് നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ച വിവരം നെതന്യാഹു സ്ഥിരീകരിച്ചത്. ഞങ്ങളുടെ വലിയ സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഞാൻ സംസാരിച്ചു. ഇസ്രയേലിനൊപ്പം നിൽക്കുന്നതിനും ജൂതന്മാർക്കൊപ്പം നിൽക്കുന്നതിനും ഇന്ത്യൻ ജനതയുടെ വലിയ സൗഹൃദത്തിനും ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ മേഖലയിലെ സമാധാനത്തിനും സാധാരണക്കാരുടെ സുരക്ഷയ്ക്കും ഇന്ത്യ മുൻഗണന നൽകുന്നതായി പ്രധാനമന്ത്രി മോദിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എക്സിലെ ഒരു പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഈ ആശങ്കകൾ പങ്കുവച്ചത്. യുഎസും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഗൾഫ് മേഖലയിലും മറ്റും ഇറാൻ നടത്തിയ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിലാണ് ഈ നിർണായക സംഭാഷണം മോദിയും നെതന്യാഹുവും തമ്മിൽ നടന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ നിലപാടുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ സുഹൃത്ത് രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനവുമാണ് ഈ സംഭാഷണത്തിലൂടെ വീണ്ടും വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്.